വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനുണ്ടായിരുന്ന 40 ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് സെറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക ഈ വീഡിയോയിൽ. ആദ്യത്തെ വീഡിയോയ്ക്ക് ശേഷമുള്ള 20 ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ 61. ട്രാൻസിസ്റ്റർ ഇസ് എ ഡാഷ് ഓപ്പറേറ്റഡ് ഡിവൈസ് എന്നാണ്. ട്രാൻസിസ്റ്റർ എന്ത് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ട്രാൻസിസ്റ്റർ കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്. ഓപ്ഷൻ എ കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ്. ഏത് കറണ്ട് ആണെന്ന് ചോദിച്ചാൽ ബേസ് കറണ്ട് ആണ്. ട്രാൻസിസ്റ്റർ ബേസ് കറണ്ട് IB, ബേസ് കറണ്ട് IB ആണ് ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേഷനെ നിർണ്ണയിക്കുന്ന ഫാക്ടർ. ബാക്കി ഫാക്ടേഴ്സ് ഇല്ലെന്നല്ല, പക്ഷേ ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ബേസ് കറണ്ടാണ്. കറണ്ടെന്ന് ഉള്ള ആൻസർ കറക്റ്റാണ്. അത് ഏത് കറണ്ടെന്നും കൂടെ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ 62. DC സപ്ലൈ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഓപ്പറേഷൻ ഓഫ്. DC സപ്ലൈ കൊണ്ട് വർക്ക് ചെയ്യുന്ന ലാമ്പ് ഏതെന്നാണ് ചോദ്യം. ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷനിൽ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കേണ്ടി വരും. ആ റേഞ്ചിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ആർക്ക് ലാമ്പ് DCയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ലാമ്പാണ്. അതുകൊണ്ടാണ് DC സപ്ലൈ അതിന് എസെൻഷ്യൽ ആണെന്ന് പറയുന്നത്. ബാക്കി ഫ്ലൂറസൻ ലാമ്പും സോഡിയം വേപ്പർ ലാമ്പും ഒക്കെ രണ്ടിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. DC സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് ലാമ്പ് വർക്ക് ചെയ്യുള്ളൂ. 63ാമത്തെ ക്വസ്റ്റ്യൻ. Chatter in an AC relay magnet can be eliminated using. ചാറ്റർ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഷെയ്ഡിങ് കോയിലാണ്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ടൈപ്പിംഗ് മിസ്റ്റേക്ക് തന്നെയാണ്. ഓപ്ഷൻ ബി ഷെയ്ഡിങ് കോയിൽ. മാഗ്നറ്റിക് ഷെയ്ഡിങ് ബാൻഡ്സിനെയാണ് ഷെയ്ഡിങ് കോയിൽ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആ റിലേ മാഗ്നറ്റിനെ ഷെയ്ഡ് ചെയ്യുന്ന രീതിയിൽ, നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്ന പോലെ ആ മാഗ്നറ്റിനെ ഷെയ്ഡ് ചെയ്ത് മറയ്ക്കുന്ന രീതിയിലുള്ള കോയിലിനെയാണ് ഷെയ്ഡിങ് കോയിൽ എന്ന് പറയുക. അതുകൊണ്ട് അതിന് ആ ബെറ്ററായിട്ട് ആ ചാറ്റർ ഒഴിവാക്കാൻ പറ്റും. അനാവശ്യമായ നോയിസുകൾ ഒഴിവാക്കാൻ പറ്റും. 64. ഇൻ ദ വയറിംഗ് ഓഫ് 2 ലാംപ്സ്. 2 ലാമ്പുകളെ ഒരേ സമയത്ത് ഓണാക്കണം. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലാമ്പുകൾ ഒരേ സമയത്ത് ഓണാവുന്ന വയറിങ് സത്യം പറഞ്ഞാൽ സ്റ്റെയർ കേസ് വയറിങ്, അത് ഓപ്ഷനിലില്ല. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. 65ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഫോർ ദ അലൈൻമെൻറ്റ് ഓഫ് ജോബ് ഇൻ എ ലെയ്ത്ത് മെഷീൻ. മെക്കാനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആ കംപ്ലീറ്റ് ആയിട്ടും. വി മേ റിക്വയർ സ്മോൾ മൂവ്മെൻറ്റ്സ്, ആംഗുലർ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ചക്ക്. ദിസ് കുഡ് ബി അച്ചീവ്ഡ് ബൈ യൂസിങ് എ കൺട്രോളർ വിത്ത്. കൺട്രോളറിനകത്ത് എന്തുവാ ഉപയോഗിച്ചേക്കുന്നതെന്നാ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ജോഗിങ് പുഷ് ബട്ടൺ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ജോഗിങ് പുഷ് ബട്ടൺ. 66ാമത്തെ ചോദ്യം. ഡീഗോസിങ് ഈസ് ദ പ്രോസസ് ഓഫ്. ഡീഗോസിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽ പാർട്സിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്ന എഫക്റ്റിനെ പറയുന്നതാണ്. ഡീഗോസിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അക്വയർഡ് ആയിട്ടുള്ള ചാർജസിനെ അവിടെ നിന്ന് എടുത്ത് കളയുവാണ്. ഗ്യാസ് റിമൂവ് ചെയ്യുന്നതല്ല, ചാർജിനെ റിമൂവ് ചെയ്യുക. ചാർജിനെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഇല്ലാതാവുന്നത്. യഥാർത്ഥത്തിൽ ചാർജ്, ആ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ചാർജിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന, ചാർജിനെ റിമൂവ് ചെയ്താൽ ആ മെറ്റാലിക് പാർട്ടിൻ്റെ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ഇല്ലാതെയാവും. അതുകൊണ്ട് ഡീമാഗ്നറ്റൈസിങ് മെറ്റാലിക് പാർട്ട്. മാഗ്നറ്റിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യണമെങ്കിൽ ചൂടാക്കുക എങ്ങനെ വേണം. ഡീഗോസിങ് ചെയ്താൽ പോരാ, ഹീറ്റ് ചെയ്യുകയോ. ലാസ്റ്റ് ഓപ്ഷൻ ഡിയുടെ കാര്യമാണ് പറയുന്നത്. ഡീമാഗ്നറ്റൈസിങ് എ മാഗ്നറ്റ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെക്കാനിക്കൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മാഗ്നറ്റിനെ, മെറ്റാലിക് പാർട്ടിനെ ഡീഗോസ് ചെയ്താൽ ഈസി ആയിട്ട് ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. 67. HRC ഫ്യൂസസ് സുപ്പീരിയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് കമ്പയർഡ് ടു എ സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് റിലേ. സർക്യൂട്ട് ബ്രേക്കറിനെയും റിലേയും കമ്പയർ ചെയ്യുമ്പോൾ HRC ഫ്യൂസിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാണ്. തെർമൽ സ്ട്രെസ് കൺസിഡർ ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ ബെറ്ററാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. തെർമൽ സ്ട്രെസ് ആർ കൺസേൺഡ്. ഏത് ഫാക്ടറാണ് അയാളെ കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമൽ സ്ട്രെസ് കൂടിയിട്ട് സർക്യൂട്ട് ബ്രേക്കറിൽ റിലേ സർക്യൂട്ട് ബ്രേക്കറിനോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു. സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുന്നു. പക്ഷേ ട്രിപ്പ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൊണ്ട് സ്പാർക്ക് ഉണ്ടാവാനുള്ള, എയറിനകത്തൂടെ തീ കത്താനുള്ള ചാൻസ് ഉണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ്, പക്ഷേ തീ കത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിക്കുമ്പം തെർമൽ സ്ട്രെസ് കാര്യമായിട്ട് കൂടും. HRC ഫ്യൂസിന് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസിനെയാണ് HRC ഫ്യൂസ് എന്ന് പറയുക. അവർക്ക് തെർമൽ സ്ട്രെസ് താങ്ങാൻ കുറച്ചും കൂടെ കഴിവുണ്ട്. കാരണം അത് കത്തി അങ്ങ് പോവുക, അതവിടെ നിൽക്കുന്നില്ല. പിന്നെ ആ സർക്യൂട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. പക്ഷേ സർക്യൂട്ട് ബ്രേക്കറിൽ ഏറെ കൂടെ ആ സർക്യൂട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 68ാമത്തെ ചോദ്യം. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള
മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽ. ഈ മെറ്റീരിയലുകളിൽ 4 എണ്ണവും കാർബണെ നമ്മൾ മെറ്റലായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ കാർബൺ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ആളാണ്. ബാക്കി 3 മെറ്റലാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. അവർ 3 നല്ല കണ്ടക്ടേഴ്സുമാണ്. കണ്ടക്ടേഴ്സിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസാണ്. ബാക്കി 3 പേരുടെ നേച്ചർ കണ്ടാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് എത്താനുള്ള ഒരു വഴി തുറന്നു കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 69. ഒരു റോട്ടർ സർക്യൂട്ടിൽ റിയാക്റ്റൻസ് കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. റോട്ടർ സർക്യൂട്ടിൽ റിയാക്റ്റൻസ് കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ്. റെഡ്യൂസസ് ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് വെൽ ആസ് മാക്സിമം ടോർക്ക്. അത് ഈ ടോർക്കിന് ബൈ ഇൻസേർട്ടിങ് എ റിയാക്റ്റൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ടോർക്ക് എന്ന് പറയുന്ന സംഗതിയും റിയാക്റ്റൻസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ടോർക്ക് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റിയാക്റ്റൻസ്. അപ്പം ഈ റിയാക്റ്റൻസ് പിന്നെയും കൂട്ടുവാണെന്നുണ്ടെങ്കിൽ റിയാക്റ്റൻസിനെ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. റിയാക്റ്റൻസ് വീണ്ടും കൂട്ടുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്കും മാക്സിമം ടോർക്കും വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. റിയാക്റ്റൻസ് ഇൻ ദ റോട്ടർ സർക്യൂട്ട് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇൻഡക്ഷൻ മോട്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ആ മോട്ടർ ഏതെന്ന് പോലും അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാം. 70th ക്വസ്റ്റ്യൻ. ഇൻ എ 3-phase പവർ മെഷർമെൻറ്റ് ബൈ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഒരു വാട്ട് മീറ്റർ റീഡിങ് നെഗറ്റീവ് ആണെന്നാണ്. ഒരു വാട്ട് മീറ്റർ റീഡിങ് നെഗറ്റീവ് ആണെങ്കിൽ ലോഡിൻ്റെ പവർ ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ, ഒരെണ്ണം നെഗറ്റീവായിട്ട് റീഡ് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ 0 പവർ ഫാക്ടറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ. 0 പവർ ഫാക്ടർ അതിനകത്ത് കാണുന്നില്ല. പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 0യ്ക്കും 0.5നും ഇടയ്ക്കുള്ള വാല്യൂ. 0യ്ക്കും 0.5നും ഇടയ്ക്കുള്ള വാല്യൂ എന്നുള്ള രീതിയിൽ 0.4 ലാഗിങ് ആണ് ഉള്ള ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ. യൂണിറ്റി ആണെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ, ഓപ്ഷൻ ഡി ആണെങ്കിൽ 2 വാട്ട് മീറ്ററും പോസിറ്റീവായിട്ടായിരിക്കും റീഡ് ചെയ്യുക. 2 വാട്ട് മീറ്ററും പോസിറ്റീവായിട്ടായിരിക്കും റീഡ് ചെയ്യുക. 71ാമത്തെ ചോദ്യം. എപ്പോക്സി കേബിൾ ജോയിൻറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. എപ്പോക്സി കേബിൾ ജോയിൻറ്റ് HT കേബിൾസിൽ, ഹൈ ടെൻഷൻ കേബിൾസിലാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കേബിൾ ജോയിൻറ്റ് പല തരത്തിലുണ്ട്. അതിനകത്ത് ഹൈ ടെൻഷൻ കേബിൾസിൽ വോൾട്ടേജ് റേറ്റിംഗ് കൂടിയ കേബിൾസിനെയാണ് ഹൈ ടെൻഷൻ കേബിൾസ് എന്ന് പറയുക. അതിനകത്ത് ഉപയോഗിക്കുന്ന പ്രത്യേകതരം കേബിൾ ജോയിൻ്റാണ് എപ്പോക്സി കേബിൾ ജോയിൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാതെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളതിൽ ഈ സംഗതിയും പെടും. 72ാമത്തെ ക്വസ്റ്റ്യൻ മെക്കാനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സക്ഷൻ സ്ട്രോക്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വാൽവിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് വാൽവ് ക്ലോസസ് ആൻഡ് ഡാഷ് വാൽവ് ഓപ്പൺസ് എന്നാണ്. ഓപ്ഷൻ സി ആണ്. ഡെലിവറി വാൽവ് ക്ലോസസ് ആൻഡ് സക്ഷൻ വാൽവ് ഓപ്പൺസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിമ്പിളായിട്ടൊരു ലോജിക്ക് കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വലിക്കുന്ന സ്ട്രോക്കായിരിക്കും. ആ സമയത്ത് ഡെലിവറി വാൽവ് അടഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പുറത്തോട്ട് പോവും. സക്ഷൻ വാൽവ് ഓപ്പൺ ആയിരിക്കണം, എന്നാലേ സക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടൊരു കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ഉത്തരമേ ഉള്ളൂ. ഇലക്ട്രിക്കലുകാർക്കും ആ ഉത്തരം എഴുതുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. 73rd ക്വസ്റ്റ്യൻ, 73ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ഹാവിങ് ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻ സെർവോ സ്റ്റെബിലൈസർ ഈസ് ഓഫ്. ഏത് ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് എന്ന് വെച്ചാൽ സെർവോ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ ഏത് ടൈപ്പ് എന്നാൽ കോർ ടൈപ്പും ഷെൽ ടൈപ്പും ഒക്കെ സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ ടോറോയിഡൽ ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അല്ലാതെ അറിഞ്ഞിരിക്കേണ്ടതിൽ എക്സ്ട്രാ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സിൽ ഒന്നാണ് ടോറോയിഡൽ ട്രാൻസ്ഫോമറാണ് സെർവോ സ്റ്റെബിലൈസറിന് ഉപയോഗിക്കുക എന്നുള്ളത്. 74ാമത്തെ ചോദ്യം. റിപ്പിൾ ഫാക്ടർ ഓഫ് എ കപ്പാസിറ്റീവ് ഫിൽട്ടർ മേ ബി ഡിക്രീസ്ഡ് ബൈ. റിപ്പിൾ ഫാക്ടർ എങ്ങനെ കുറയ്ക്കാമെന്നാണ്. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് വീണ്ടും തങ്ങി നിൽക്കുന്ന AC കമ്പോണൻസിനെയാണ് റിപ്പിൾസ് എന്ന് പറയുക. റിപ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കപ്പാസിറ്റർ ഫിൽട്ടർ. ആ ക്വസ്റ്റിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. കപ്പാസിറ്റർ ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് ആ റിപ്പിൾ കുറയ്ക്കുക. അപ്പം 3ാമത്തെ ഓപ്ഷൻ സി, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്താൽ റിപ്പിൾ ഫാക്ടർ ബെറ്റർ ആക്കാൻ പറ്റും, റിപ്പിൾ ഫാക്ടർ കുറയ്ക്കാൻ പറ്റും. കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ റിപ്പിൾ ഫാക്ടർ കുറയ്ക്കാൻ പറ്റും. 75 സപ്ലൈ ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ എഡ്ഡി കറണ്ടിന് എന്ത് പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. സപ്ലൈ ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ ഫ്രീക്വൻസിയും എഡ്ഡി കറണ്ടുമായിട്ടുള്ള റിലേഷൻ, എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ
സ്ക്വയർ ഓഫ് ദ ഫ്രീക്വൻസി. അങ്ങനെ നോക്കുവാണെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ, യഥാർത്ഥത്തിൽ എഡ്ഡി കറണ്ട് എന്നല്ല അവിടെ എഴുതേണ്ടത്, ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എഡ്ഡി കറണ്ട് ലോസ് എന്നാണ് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഫ്രീക്വൻസി കൂട്ടിയാൽ എഡ്ഡി കറണ്ട് ലോസ് 4 ടൈംസ് ആവും. ഫ്രീക്വൻസി ഡബിൾ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഡബിൾ ചെയ്താൽ സ്ക്വയർ എടുക്കുമ്പോൾ അത് 4 ടൈംസ് ഇൻക്രീസ് ആയിട്ട് കാണിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്, ബിക്കം 4 ടൈംസ് ഓഫ് ദ ഫോർമർ വാല്യൂ. 76ാമത്തെ ചോദ്യം, 3 persons taking reading in a horizontally placed meter at the same instant. 3 പേര് ഹൊറിസോണ്ടലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ ആരുടെ റീഡിംഗ് ആയിരിക്കും കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീഡിംഗ് ടേക്കൺ ബൈ ദ മിഡിൽ പോർഷൻ. ഒന്ന് നോർമലി കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാലും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. സൈഡിൽ നിൽക്കുന്ന 2 പേർക്കും ആ പ്രോപ്പർ മാർക്കിങ് കാണാൻ പറ്റണമെന്നില്ല. പോയിൻ്റർ സ്കെയിലിൽ, മിറർ സ്കെയിലാണെങ്കിലും സൈഡിൽ നിൽക്കുന്ന ആൾക്ക് കറക്റ്റായിട്ട് കാണാം. അതായത് പോയിൻ്ററിന് താഴെ മിറർ ഉണ്ടെങ്കിലും ആ റീഡിങ് കറക്റ്റായിട്ട് കാണാൻ പറ്റണമെന്നില്ല. ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഒരു റീഡിങ് ബാക്കോട്ടും, റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഒരു റീഡിങ് മുമ്പോട്ടും തോന്നും. പക്ഷേ നടുക്ക് നിൽക്കുന്ന ആൾ നേരെ വെർട്ടിക്കലായിട്ടായിരിക്കും അതിനകത്ത് നോക്കുന്നത്. അതുകൊണ്ട് മിഡിൽ പേഴ്സൻ്റെ റീഡിംഗ് ആയിരിക്കും ബെസ്റ്റ് റീഡിങ് അല്ലെങ്കിൽ കറക്റ്റ് റീഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ദ എൻഡ് ഓഫ് ദ ഷാഫ്റ്റ് ഓഫ് എ ഗ്രൈൻഡർ മോട്ടർ ടേൺസ് ബ്ലൂ, എന്തിൻ്റെ ഇൻഡിക്കേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷാഫ്റ്റ് ഓഫ് എ ഗ്രൈൻഡർ മോട്ടറിൻ്റെ എൻഡ് ബ്ലൂ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഓവർ ബീറ്റിംഗ് കൊണ്ടാണ് അത് ബ്ലൂ ആവുക. നോർമലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കാണാതെ പഠിച്ചു വെച്ചേക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പെടുന്ന സംഗതിയാണ് ഓവർ ഹീറ്റ്, ഓവർ ബീറ്റിംഗ്. 78, ബ്ലാക്ക് കോട്ടൺ സോയിൽ വെയർ വാട്ടർ ലെവൽ ഈസ് എൻകൗണ്ടേർഡ് വിത്തിൻ ദ പോൾ പിറ്റ് ഈസ് ബെറ്റർ ടു യൂസ്. എന്തുകൊണ്ടാണ് അവിടെ ബ്ലാക്ക് കോട്ടൺ സോയിൽ ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് ബെറ്റർ എന്നുള്ളതാണ്. മാസ് കോൺക്രീറ്റ് ആൻഡ് എംബാങ്ക്മെൻറ്റ് എന്ന് വെച്ചാൽ വാട്ടർ ലെവൽ, അതിനകത്തുള്ള വാട്ടർ ലെവൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. എർത്ത് ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട്, എർത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. മാസ് കോൺക്രീറ്റ് ആൻഡ് എംബാങ്ക്മെൻറ്റ് 4ാമത്തെ ഓപ്ഷൻ. കോൺക്രീറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം, എംബാങ്ക്മെൻറ്റ് മാത്രം ചെയ്താൽ പോരാ, പ്രോപ്പറായിട്ട് കോൺക്രീറ്റും വേണം എംബാങ്ക്മെൻറ്റും വേണം. എന്നാലേ താഴെ വരെ വെള്ളം അല്ലെങ്കിൽ ആ എർത്ത് റെസിസ്റ്റൻസ് കൊടുക്കുന്ന പോയിൻ്റ് വരെ വെള്ളം കൃത്യമായിട്ട്, അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ചും കൂടെ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലോട്ട് ആ സംഗതി വരുത്തുള്ളൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 79, ഫോർ ടെസ്റ്റിംഗ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, ഏത് ടൈപ്പ് സപ്ലൈ ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിൻ്റെ പേര് മെഗർ എന്ന. ആ മെഗറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഡയറക്റ്റ് കറണ്ട് അതിനകത്ത് ഉണ്ടാകുന്ന ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രിക് സപ്ലൈ ആണ് ബെറ്റർ. 80, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ആൻ ഇലക്ട്രിക് ട്രെയിൻ മൂവ്സ് ഡൗൺ എ ഹിൽ DC സീരീസ് മോട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുമെന്നാണ്. താഴോട്ട് ഇറങ്ങി വരുമ്പം DC സീരീസ് മോട്ടർ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട് കിട്ടുക. പക്ഷേ കുന്നിറങ്ങി വരുന്ന സമയത്ത് അത് ഡീസിലറേറ്റ് ചെയ്യുവാണ്. അങ്ങനാണെങ്കിൽ അത് DC സീരീസ് ജനറേറ്ററായിട്ട്, സീരീസ് മോട്ടറാണ്, അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ്. കുന്നിറങ്ങി വരുന്ന സമയത്ത് മെഷീൻ ലോഡ് കൂട്ടി ആക്സിലറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് സീരീസ് ജനറേറ്ററായിട്ട് അത് ജനറേറ്റ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ കിട്ടുന്ന ഇൻപുട്ട് പവറിനെ തിരിച്ച് സപ്ലൈയിലോട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും അയാളുടെ പ്രവൃത്തി. DC ഷണ്ട് മോട്ടറിനെ, ഷണ്ട് ജനറേറ്ററിനെ, ഓപ്ഷൻ എനെയും ബിനെയും നേരത്തെ റൂൾ ഔട്ട് ചെയ്യാം. കാരണം മെഷീൻ സീരീസ് മോട്ടറാണ്. സീരീസ് മോട്ടർ ഉറപ്പായിട്ടും കുന്ന് കയറിയാലോ ഇറങ്ങിയാലോ ഒന്നും ഷണ്ടായിട്ട് ആക്ട് ചെയ്യത്തില്ല. അപ്പോൾ സീരീസ് മോട്ടറിൻ്റെ കറക്റ്റ് ആൻസർ DC സീരീസ് ജനറേറ്റർ, ഓപ്ഷൻ ഡി.